മൊഡ്യൂൾ 4 ആണ് തുടങ്ങുന്നത്. മൊഡ്യൂൾ 4 ആദ്യം പറയുന്നത് എന്താണ് സെമാൻറ്റിക് അനാലിസിസ് എന്നാണ്. അപ്പോൾ സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു കമ്പൈലർ ഒരു ഫേസ് ആണ്. അതെന്ത് ചെയ്യുന്നു, സെമാൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഏതിലേക്ക് ആഡ് ചെയ്യുന്നു, പാർസ് ട്രീയിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് ചെക്കിങ്, അതായത് സെമാൻറ്റിക് എറേഴ്സിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നു. അതാണ് ആര് ചെയ്യുന്നത്, ഈ സെമാൻറ്റിക് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ, ആ ആഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയുണ്ട്, ഒന്ന് ടൈപ്പ് ചെക്കിംഗ് ഉണ്ട്, അതായത് ടൈപ്പിംഗ് ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് ടൈപ്പ് ചെക്കിംഗ് ഉണ്ട്. പിന്നെ എന്തുണ്ട്, ബൈൻഡിങ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ടു ദെയർ ഡെഫിനിഷൻസ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഒബ്ജക്റ്റ് ബൈൻഡിങ്. അങ്ങനെ 2 ടൈപ്പ് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പാർസ് ട്രീക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 2 ഫേസ് ഉണ്ട്. അതായത് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പാർസിങ് ഫേസ് ഉണ്ട്, അവിടെയാണ് പാർസ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കോഡ് ജനറേഷൻ ഫേസും കൂടിയുണ്ട്, കോഡ് ജനറേറ്റ് ചെയ്യുന്ന കോഡ് ജനറേഷൻ ഫേസും കൂടിയുണ്ട്. പിന്നെ ഈ ഫേസിൽ കോഡ് ഒപ്റ്റിമൈസേഷനും നടക്കുന്നുണ്ട്. അതായത് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഗ്രാമറിലായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യമാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അതും ഈ ഫേസിൽ നടക്കുന്നുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ടേബിൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സിമ്പിൾസും എന്തിനാണ് റെഫർ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടേബിളിൽ ഇതിൽ ഈ ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെമാൻറ്റിക് അനാലിസിസിൽ നടക്കുന്നത്. എന്തൊക്കെയാണ് സെമാൻറ്റിക് അനാലിസിസിൽ ചെയ്യണമെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് പറയുന്നത് ഡിസാംബിഗേറ്റ് ഓവർലോഡഡ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഇപ്പോൾ ചില സമയത്ത് കമ്പൈലറിന് ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യണതെന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനാണ് ഡിസാംബിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒന്നുകിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വരുന്നുണ്ടാവുക. അപ്പോൾ അതിനാണ് ഡിസാംബിഗേറ്റ് ഓവർലോഡഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ടൈപ്പ് ചെക്കിങ്. ടൈപ്പ് ചെക്കിംഗ് എന്ന് വെച്ചാൽ ഓരോ കൺസ്ട്രെയിൻ ടൈപ്സിനെ വെരിഫൈ ചെയ്യുക, അതിനെ എൻഫോഴ്സ് ചെയ്യുന്ന കാര്യമാണ്, എൻഫോഴ്സ് ചെയ്യുന്ന കാര്യമാണ് ഇതിൽ വരുന്നത്, ടൈപ്പ് ചെക്കിങ്ങിൽ വരുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ അത് കമ്പൈൽ ടൈമിലോ അല്ലെങ്കിൽ റൺ ടൈമിലോ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിംഗ് ഇസ് എ പ്രൈമറി ടാസ്ക് ഓഫ് ദി സെമാൻറ്റിക് അനാലിസിസ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നടക്കുന്നത് സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിംഗ് ആണ്, കമ്പൈലറിന് ചെയ്യുന്ന സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിങ്. പിന്നെ ഇഫ് ടൈപ്പ് റൂൾസ് ആർ എൻഫോഴ്സ് സ്ട്രോങ്ലി ദെൻ ഇറ്റ് ഈസ് കോൾഡ് സ്ട്രോങ്ലി ടൈപ്പ്ഡ്. അതായത് സ്ട്രോങ്ങിലായിട്ടാണ് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത്, ഭയങ്കര സ്ട്രോങ്ങിലായിട്ടാണെങ്കിൽ സ്ട്രോങ്ലി ടൈപ്പ്ഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് യുണീക്ക്നെസ് ആണ്. അതായത് ഓരോ വേരിയബിൾസ് യുണീക്കാണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ് യുണീക്ക്നെസ് ചെക്കിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈപ്പ് കൊയേഷൻ എന്ന് പറയുന്നത് മിക്സിംഗ് ഓഫ് ടൈപ്സ് ഓഫ് വേരിയബിൾസ്. അത് ഡൈനാമിക്കലി ഉണ്ടാവും, സ്റ്റാറ്റിക്കലി ഉണ്ടായിരിക്കും. പിന്നെ നെയിം ചെക്സ് ആണ്. അതായത് ഓരോ വേരിയബിൾസിൻ്റെ നെയിം ചെക്ക് ചെയ്യണം, ചിലപ്പോൾ അത് വേണ്ടാത്തതായിരിക്കാം, അത് ചെക്ക് ചെയ്യേണ്ടതാണ് പറഞ്ഞു. ഈ എറർ ചെക്ക് ചെയ്യുന്നതിന് പാർസറിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സെമാൻറ്റിക് അനാലിസിസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഒരു CFG അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെ ഒരു CFG അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എറേഴ്സാണ്. അത് ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ടൈപ്പ് മിസ്മാച്ച് ഉണ്ട്, അത് എളുപ്പം പഠിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ടൈപ്പ് മിസ്മാച്ച് ഉണ്ട്, ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റർ മിസ്മാച്ച് ഉണ്ട്. അപ്പോൾ 2 മിസ്മാച്ച് വന്നില്ലേ. ഇനി അടുത്ത് പറയുന്നത് അൺഡിക്ലെയർഡ് വേരിയബിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഡിക്ലറേഷൻ ഓഫ് വേരിയബിൾ ഉണ്ട്. അപ്പോൾ 4 പിന്നെ റിസർവ്ഡ് ഐഡൻറ്റിഫയർ മിസ്യൂസ്, ആക്സസിങ് ഔട്ട് ഓഫ് സ്കോപ്പ് വേരിയബിൾ. അങ്ങനെ 6 സെമാൻറ്റിക് എറേഴ്സ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്, ടൈപ്പ് മിസ്മാച്ച്, ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റർ മിസ്മാച്ച്, പിന്നെ അൺഡിക്ലെയർഡ് വേരിയബിൾ, മൾട്ടിപ്പിൾ ഡിക്ലറേഷൻ വേരിയബിൾ, റിസർവ്ഡ് ഐഡൻറ്റിഫയർ മിസ്യൂസ്, ആക്സസിങ് ഔട്ട് ഓഫ് സ്കോപ്പ് വേരിയബിൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ അത് ഓരോ ഇൻപുട്ട് സെൻറ്റൻസും ഓരോ സിൻറ്റാറ്റിക് സ്ട്രക്ചറായിട്ട് എന്താണ് റിലേറ്റഡ് ആണ്. സിൻറ്റാറ്റിക് സ്ട്രക്ചറിന് ഉദ്ദേശിക്കുന്നത് പാർസ് ട്രീ അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ അതിലുള്ള ഓരോ ആട്രിബ്യൂട്ട്സും ഗ്രാമർ സിമ്പിൾസ് വെച്ചിട്ട് അതിലുള്ള ഓരോ ആട്രിബ്യൂട്ട്സും എന്താണ് ഗ്രാമർ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അതിലെ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സെമാൻറ്റിക് റൂൾസ് വെച്ചിട്ടാണ്. അതായത് ഈ ഗ്രാമറിൽ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമാൻറ്റിക് റൂൾസ് ഡിഫൈൻ ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഓരോ ആട്രിബ്യൂട്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവാലുവേഷൻ ഓഫ് സെമാൻറ്റിക് റൂൾസ് എന്ന് നോക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ സിമ്പിൾ ടേബിളിലേക്ക് ഇൻഫർമേഷൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ സെമാൻറ്റിക് എറേഴ്സ് ചെക്ക് നടത്തുന്നുണ്ട്,
പിന്നെ ഇഷ്യൂ എറർ മെസ്സേജ്. അപ്പം ഈ 4 കാര്യങ്ങളാണ് എന്ത് ഇവാലുവേഷൻ ഓഫ് ഏതിൽ വരുന്നത് സെമാൻറ്റിക് റൂൾസ് വരുന്നുണ്ട്. ഒന്നേക്കാണ് ജനറേറ്റ് കോഡ് ജനറേഷൻ, പിന്നെ ഒന്നേതാ സെമാൻറ്റിക് ചെക്ക്, ഇഷ്യൂ എറർ മെസ്സേജ്, പിന്നെ സിമ്പിൾ ടേബിളിലേക്ക് നമ്മൾ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സെമാൻറ്റിക് റൂൾസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്ന് വെച്ചാൽ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് ഉണ്ട്, പിന്നെ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീംസ് ഉണ്ട്. ഓക്കെ, അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സെമാൻറ്റിക് റൂൾസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്സ് അല്ലെങ്കിൽ 2 വേസ് ആണ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസും സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീംസും. ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് അതൊരു എന്താണ് ജനറലൈസേഷൻ ഓഫ് CFG ആണ്, ജനറലൈസേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്. ഇനി അതിൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് കാണും. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രാമർ സിമ്പിൾസ് വെച്ചിട്ടാണ് ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ആ ആട്രിബ്യൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെമാൻറ്റിക് റൂൾസ് വെച്ചിട്ട് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് എന്താണ്? ഔട്ട്പുട്ട് വരുന്നത് അനോട്ടേറ്റഡ് ആയിട്ടുള്ള പാർസിറ്റിയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതിൽ ഓരോ നോഡിലും എന്തുണ്ട്? ഓരോ ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ പ്രൊഡക്ഷൻ റൂൾസ് അല്ലെങ്കിൽ സെമാൻറ്റിക് റൂൾസ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് ആട്രിബ്യൂട്ട് ഗ്രാമർ നോക്കാം. ആട്രിബ്യൂട്ട് ഗ്രാമർ എന്ന് പറയുന്നത് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ഗ്രാമർ സിമ്പിൾസ്. അത് എന്തായിരിക്കാം? സ്ട്രിങ്സ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കാം, ഡാറ്റ ടൈപ്സ് ആയിരിക്കാം, അങ്ങനെ കുറച്ച് എന്ത് വേണമെങ്കിൽ ആയിരിക്കാം.